ഏബി ത്രിഭി ഗുണമയേഹി, ഈ ഗുണരൂപങ്ങളായിട്ടുള്ള ഭാവൈഹി, ഭാവങ്ങളാൽ ഇതം സർവം ജഗത് മോഹിതം. ഇതം സർവം ജഗത്, ഈ പ്രപഞ്ചം മുഴുവൻ മോഹിതം, മോഹിതമായിരിക്കുന്നു. മോഹിതം എന്ന് പറഞ്ഞാൽ മറയപ്പെട്ടിരിക്കുന്നു. എന്തിനെ മറച്ചിരിക്കുന്നു? ഈ ഗുണഭാവങ്ങൾ സത്യത്തെ മറച്ചിരിക്കുന്നു. അപ്പൊ സത്യം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഉപനിഷത്തിലൊരു മന്ത്രമുണ്ട്, ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. ഈ 3 ഗുണങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏഭ്യ, ഏഭ്യ എന്ന് പറഞ്ഞാൽ ഈ ഗുണങ്ങളിൽ നിന്ന്, ഇതിൽ നിന്ന് പരം അവ്യയം മാം ന അഭിജാനാതി. പരം എന്ന് പറഞ്ഞാൽ ദേശ കാല വസ്തു പരിമിതികളെ ഉല്ലംഘിച്ച, അതീതമായ, അതിവർത്തിച്ച ആ അവ്യയം, വ്യയമില്ലാത്ത, ച്യുതിയില്ലാത്ത മാം, എന്നെ ന അഭിജാനാതി, അറിയുന്നില്ല. അപ്പം നമ്മൾ ഈശ്വരനെ അറിയുന്നില്ല എന്ന് പറയാം. എന്തുകൊണ്ട്? ഈ ഗുണങ്ങളാൽ മറയപ്പെട്ടിരിക്കുന്നു ഈശ്വരൻ എന്നതിനാൽ. നമ്മൾ ഈ വിശ്വത്തിൽ കാണുന്നതെല്ലാം എന്താണ്? ഗുണങ്ങളെയാണ്. ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയല്ലേ കാണുക നമ്മൾ? ഒരാളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നതിന്, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയുന്നതൊക്കെ ആൾക്കനുസരിച്ചിട്ടാണ്. അതുകൊണ്ടൊരു പ്രയോഗം ഉണ്ടല്ലോ, ആള് വില കല്ല് വില എന്നല്ലേ. ആൾക്കനുസരിച്ചിട്ടാണ് കല്ലിന് വില. ജ്വല്ലറിയിൽ കല്ലിന് വിലയും പോയിരിക്കുന്ന ആൾക്കനുസരിച്ചിരിക്കും. നമ്മൾ ഏതിനോടും പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. അതിൻ്റെ ഗുണങ്ങളെ നോക്കിയിട്ടാണ്, അല്ലാതെ ഉള്ളിലേക്ക് നോക്കിയിട്ടല്ല. പക്ഷെ ഞാൻ മറയപ്പെട്ടിരിക്കുന്നു. എങ്ങനെ ഞാൻ മറയപ്പെട്ടിരിക്കുന്നു? അവ്യയമായ, നാശരഹിതമായിട്ടുള്ള ഞാൻ, എന്നെ ആരും അറിയുന്നില്ല. എല്ലാവരും നോക്കുന്നത് എന്താണ്? പുറത്തേക്കാണ് എന്ന് പറയാം. പുറമേ ഉള്ളതാണ് അവരെ സംബന്ധിച്ച് സത്യമായിട്ട് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്നെ അറിയുന്നില്ല. അകത്തേക്ക് ആരും നോക്കുന്നില്ല. അഷ്ടാവക്രൻ പറഞ്ഞത് ഓർമ്മയില്ലേ? എൻ്റെ അകത്തേക്ക് കണ്ടില്ലല്ലോ അങ്ങ്, അതുകൊണ്ട് അകത്തേക്ക് നോക്കുന്നില്ല ആരും. തുടർന്ന് എൻ്റെ മായ, ഭഗവാൻ അടുത്തത് മായയെക്കുറിച്ചുള്ള വിവരണമാണ്. എന്താണ് മായ? എൻ്റെ തന്നെയാണ് മായയെന്നും മായയെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് ഇത്യാദി കാര്യങ്ങളൊക്കെ അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ദൈവീ ഹേഷാ ഗുണമയീ മമ മായാ ദുരത്യയാ മാമേവ യേ പ്രപദ്യന്തെ മായാമേതാം തരന്തി തേ. ദൈവീ ഹി ഏഷാ ഗുണമയീ മമ മായ ദുരത്യയാ മാം ഏവ യേ പ്രപദ്യന്തെ മായാം ഏതാം തരന്തി തേ. ഗുണമയീ ദൈവീ മമ ഏഷാ മായ. ഗുണമയീ, ഗുണരൂപത്തോടു കൂടിയിട്ടുള്ള ദൈവീ, ദൈവസംബന്ധിയായ, ഈശ്വര സംബന്ധിയായ മമ, എൻ്റെ മായ, ഏഷാ മായ, ഈ മായ. മായ എന്ന് പറഞ്ഞാൽ യാ മാ സാ മായ എന്ന, യാതൊരുവളാണോ ഇല്ലാത്തത് അവളെയാണ് മായ എന്ന് പറയുക. ഇല്ലാത്തവളാണ് അത്രേ. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമല്ലോ മായ, ഇല്ലാത്തവൾ. ഭഗവാനിൽ നിന്നും ആവിർഭവിച്ചതാണ്. എന്നാ ഉണ്ടോ? ഇല്ല. യാ മാ സാ മായ. അപ്പം എൻ്റെ ഈ മായ ദുരത്യയ ഹി. ദുരത്യയ എന്ന് പറഞ്ഞാൽ അതിനെ അതിക്രമിക്കാൻ, അതിനപ്പുറത്തേക്ക് നടന്ന് നീങ്ങുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം എന്ന് ഭഗവാൻ പറയുന്നു. കിന്തു, എന്തെന്നാൽ ഏ മാം പ്രപദ്യന്തെ, ആരാണോ എന്നെ അറിയുന്നത്, പ്രപദ്യന്തെ പ്രാപിക്കുന്നത്, തേ അവർ ഏതാം മായാം തരന്തി, ഈ മായയെ കടക്കുന്നു. അപ്പൊ മായയെ ആരാണ് അതിവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആരാണ് എന്നെ ആശ്രയിക്കുന്നത് അവരെൻ്റെ മായയിൽ നിന്ന് മോചിതരാകുന്നു. രാമകൃഷ്ണദേവൻ ഇവിടെയാണ് മായയെ ജയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പം രാമകൃഷ്ണദേവൻ മത്സ്യം പിടിക്കുന്ന മുക്കുവനെ ആശ്രയിക്കുന്ന മത്സ്യങ്ങളെക്കുറിച്ച് പറയാറ്. രാവിലെ കരയിൽ വെള്ളത്തിൽ, പകുതി വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് വല വീശുന്ന
മുക്കുവൻ, ആ വലയിൽ നിന്ന് രക്ഷപ്പെടുന്ന മത്സ്യങ്ങൾ ആരാണത്രേ? മുക്കുവൻ്റെ കാൽച്ചുവട്ടിൽ അഭയം പ്രാപിച്ചിട്ടുള്ള മത്സ്യങ്ങളൊക്കെ മായയാകുന്ന വലയിൽ നിന്ന് രക്ഷപ്പെടുന്ന, ഓടാൻ ശ്രമിക്കുന്നവരൊക്കെ ആ മായയാകുന്ന വലയിൽ പെട്ട് ദാരുണമായിട്ട് മുക്കുവൻ്റെ ചട്ടിക്കകത്ത് പോകുന്ന രാമകൃഷ്ണദേവൻ പറയും. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നു, ഇതാണ് എൻ്റെ മായയെ കടക്കാൻ പ്രയാസമാണ്. നാരദ ഭക്തിസൂത്രത്തിൽ നാരദർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കസ്തരതി മായ, കഹ തരതി മായ. കഹ ആരാണ്, തരതി തരണം ചെയ്യുന്നത് മായയെ. ആരാണ് തരണം ചെയ്യുന്നത് മായയെ? ആരാണ് തരണം ചെയ്യുന്നത് മായയെ? നാരദര് ചോദ്യം ആവർത്തിച്ച് നാരദര് തന്നെ ഉത്തരം പറയുന്നു. ആദ്യം പറയുന്നു, യഹ മഹാനുഭാവം സേവത്തെ. ഒന്നാമത്തെ ലക്ഷണം മായയെ, ഒന്നാമത്തെ നിർദ്ദേശം മായയെ ജയിക്കാൻ. യഹ യാതൊരുവനാണ് മഹാനുഭാവം സേവത്തെ, മഹാനുഭാവനെ സേവിക്കുന്നത്. ആരാണ് മഹാനുഭാവൻ എന്ന് ചോദിച്ചാൽ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ വിചാരിക്കും ഈ സ്വാമി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം നമുക്ക് ശരിയായിട്ടുള്ള ഈശ്വരൻ എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഈശ്വര ഭാവം പ്രകടമാകുന്ന സമയത്ത് നിങ്ങളിൽ എല്ലാ വിധത്തിലുള്ള തെറ്റിദ്ധാരണകളും നീങ്ങിക്കഴിയണം. അതിനുവേണ്ടി മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് സ്വാമിയെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇയാൾ ഇന്ന ആളാണെന്നൊന്നും പറഞ്ഞേക്കരുത്. അപ്പൊ യഹ മഹാനുഭാവം സേവത, ആരാണോ ഭഗവാനെ സേവിക്കുന്നത് എന്ന് പറയുമ്പം നിങ്ങൾ ഉടനെ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് ആ പാത്രമൊക്കെ കഴുകി അതിൽ പുണ്യാഹം മേടിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് അതിൽ പ്രദക്ഷിണമൊക്കെ വെച്ച് തിരിച്ചിങ്ങോട്ട് വരലാണെന്ന്. നോക്കൂ, ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചല്ല സ്വാമി പറയണത്. ആചാര അനുഷ്ഠാനങ്ങൾ ഈശ്വരനല്ല. ആചാരാനുഷ്ഠാനങ്ങൾ ഒരിക്കലും ഈശ്വരനല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ എന്താ പറയുക, ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്, ഭഗവാനെ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം എന്നാണെങ്കിൽ അങ്ങ് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്താ എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധം? നമുക്കൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധം തന്നെയാണ് അദ്ദേഹത്തിനും പറ്റിയിട്ടുള്ളത്. ഞാൻ വലിയൊരു അപരാധം ചെയ്തിട്ടുണ്ട് അങ്ങയോട്. ഒരപരാധമല്ല, 3 അപരാധം. നമ്മളൊക്കെ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ 3 അപരാധം ചെയ്തിട്ടുണ്ട്. ഈ 3 അപരാധത്തെ എന്നോട് പൊറുക്കണം എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത്. എന്താണ് അപരാധം? അപരാധം നമ്പർ 1, രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. അപരാധം നമ്പർ 1 എന്താണ്? രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. ഭഗവാനെ രൂപമില്ലാത്ത അങ്ങയെ രൂപം വെച്ച് ഞാൻ ധ്യാനിച്ചു എന്നത് ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്. തെറ്റ് മനസ്സിലായോ? 1 ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യണമെന്നാ. അയ്യോ, അറിയാതെ പറ്റിപ്പോയോ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നതും അറിയാതെ തെറ്റ് ചെയ്യുന്നതും തമ്മിൽ രണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാനിതാ തെറ്റ് ചെയ്യാണ്. എന്താ എൻ്റെ തെറ്റ്? അങ്ങ് അരൂപനാണ്, പക്ഷേ എനിക്കറിയില്ല. ഈ അരൂപമായിട്ടുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പാകത്തിന് ഒരു രൂപം ഉണ്ടാക്കി ഇതാ അങ്ങയെ ഞാൻ ധ്യാനിക്കണു. എനിക്ക് തോന്നി അങ്ങയ്ക്ക് 2 കൈയൊന്നും പോരാന്ന്. അതുകൊണ്ട് ഞാൻ കൈ 2 കൂടെ അധികം തന്നു. എന്താണ്? അങ്ങയുടെ പ്രവൃത്തികളൊക്കെ അനന്തമാണ്. അതുകൊണ്ടല്ലേ ഭഗവാനെ ആരാണോ ഭഗവാന് ജന്മം കൊടുത്തത്, ആ ജന്മം കൊടുത്ത ആള് ഭഗവാനെ കാണുന്ന സമയത്ത് എന്താ പറയുക, ഭഗവാനിൽ ചതുർബാഹുവായിട്ട് കാണുന്നു. ചതുർബാഹുവായിട്ട് ഒരമ്മ ഒരു കുട്ടിയെ കാണുന്നുവെങ്കിൽ അത് നല്ലൊരു കാഴ്ചയാണ്. അവനെ ചതുർബാഹുവാക്കി തീർക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ അതിൻ്റെ പിറകിലുണ്ട്. നിന്നെ ഞാൻ മഹാബാഹുവാക്കുന്നു പറയാം. അല്ലാതെ ചെറുപ്പത്തിൽ തന്നെ ആ കൈ ഇങ്ങോട്ട് നീട്ട് എന്ന് പറഞ്ഞിട്ട് കൈക്ക് ചൂരൽ കൊണ്ട് അടിക്കലല്ല. ഈ ക്ലാസ് റൂമിലൊക്കെ കാണും കുട്ടികളെയൊക്കെ. പണ്ട് സർക്കാർ സ്കൂളിലൊക്കെ ടീച്ചർ സ്കെയിലെടുത്ത് അടിക്കുമായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ ദ്രോഹമുണ്ടല്ലോ. ആ സമയത്തൊക്കെ കിട്ടുന്ന ശാപം ടീച്ചേഴ്സിന് എത്രയാണെന്നറിയാം. അതുകൊണ്ടാണ് പലർക്കും ഗുണം പിടിക്കാത്തതും പറയുക.
ഈ ബാലശാപം ഏറ്റുവാങ്ങിയിട്ടുള്ള കുറേ പേരുണ്ട്. അവരുടെ വിചാരം ഇതിങ്ങനെ കിട്ടുമ്പം നമുക്കൊക്കെ ഇപ്പോഴും ആ ശബ്ദം തന്നെ കാതിൽ കേൾക്കാം. ഠ ഠ എന്ന് പറയുന്ന ഈ ഇവിടെ ഇങ്ങനെ കിട്ടുന്നത് എന്തൊരു ദ്രോഹമാണ്. അപ്പൊ രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. അപ്പൊ ഭഗവാനെ അങ്ങനെ കാണുന്നുവെങ്കിൽ, അല്ലാതെ നിങ്ങൾ വിചാരിക്കേണ്ട അതിനങ്ങനെ വരുന്ന രണ്ട് കായും കൂടെ വേറെ ഉണ്ടായിരുന്നുവെന്ന്. ഒരു കാണലാണത്, അത് അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാഴ്ചയാണത്. ഒരമ്മ തന്നെയാണത് കാണേണ്ടത്. അതുപോലെ അമ്മ തന്നെ കാണണം. വായിൽ എന്ത് കാണണം? വിശ്വത്തെ മുഴുവൻ കാണണം. ഈ വിശ്വം മുഴുവൻ എടുത്താണ് എൻ്റെ പുത്രനെ ഉണ്ടാക്കിയതെന്ന് കാണണം. അവൻ്റെ വായിലെല്ലാം കാണണം. അതൊരു വലിയ കാഴ്ചയാണ്. ആ കാഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകണം. നമ്മുടെ മനോബുദ്ധികൾ വികസിക്കണം. അതിന് മാത്രം പാകതയാർന്നതായി കഴിഞ്ഞാൽ കാണാം. സ്വാമി ഈ ആശയത്തെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാനൊരു തെറ്റ് ചെയ്തു. രൂപം രൂപ വിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. രണ്ടാമത്തെ തെറ്റ്, സ്തുത്യാനിർവചനീയതാകില ഗുരോ. സ്തുതിച്ചു ഞാൻ. എങ്ങനെയുള്ള അനിർവചനീയതാകില ഗുരോ ദൂരീകൃത എന്മയ. അനിർവചനീയനായ വാക്കുകൾക്ക് വിഷയമല്ലാത്ത അങ്ങയെ വാക്കുകളെ കൊണ്ട് ഞാൻ സ്തുതിച്ചു എന്നുള്ളത് ഞാൻ ചെയ്ത രണ്ടാമത്തെ അപരാധമാണ്. അനിർവചനീയനാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്കായിട്ട്, അങ്ങയെ സ്തുതിക്കുന്നതിനായിട്ട് ഞാൻ ഏകശ്ലോകി മുതൽ സഹസ്രശ്ലോകി വരെ രചിച്ചു. പിന്നെയും ഞാൻ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് അനേക കിതാബുകളിൽ വർണ്ണിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു അബദ്ധമാണ്. സ്തുത്യ അനിർവചനീയതാകില ഗുരു ദൂരീകൃത എന്മയ. യാതൊന്നാണോ മയ എന്നാൽ ചെയ്തിട്ടുള്ളത് അതിനെ ദൂരെയാക്കിയാലും. പിന്നെ ഞാൻ ചെയ്ത അപരാധം എന്താണ്? വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത് തീർത്ഥയാത്രാദിന. വ്യാപ്തിത്വം ച നിരാകൃതം. അങ്ങയുടെ വ്യാപ്തി അനന്തമാണ്. അങ്ങയുടെ വ്യാപ്തി അളന്ന് കോടതിയിൽ നിന്ന് ഈ അളക്കാൻ ആൾ വരുമല്ലോ, സർവേയറോ എന്താ അയാൾ പറയുക, ചങ്ങലയൊക്കെ പിടിച്ചിട്ട് കൃത്യമായിട്ട് അളന്ന് മുറിച്ച് ഏർപ്പാടാക്കി തരില്ലേ, ഇത് ഇത്രയുണ്ട് അത്രയുണ്ട് ഇത്രയുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അങ്ങയുടെ അനന്തമാർന്ന വ്യാപ്തിയെ ഞാൻ പരിമിതപ്പെടുത്തി. എങ്ങനെ? തീർത്ഥാടനം നടത്തിയിട്ട്. അങ്ങയുടെ കേന്ദ്രങ്ങളാണ് ഇത് എന്ന് കരുതിക്കൊണ്ട് അങ്ങയെ പ്രദക്ഷിണാദികളൊക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? പരിമിതപ്പെടുത്തി എന്ന് പറയാം. ഞാൻ ചാർധാമ യാത്ര നടത്തി. എന്നിട്ടോ അങ്ങ് 4 ധാമങ്ങളിൽ കുടികൊള്ളുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ഇനി എവിടെയും പോകാനില്ല എന്നൊക്കെ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ യത് തീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം. ക്ഷന്തവ്യം അല്ലയോ ജഗദീശ, ക്ഷന്തവ്യം ക്ഷമിച്ചാലും. തദ്വികലതാം ദോഷത്രയം യത്കൃതം. ഈ 3 ദോഷത്രയങ്ങളെ യത്കൃതം യാതൊന്നാണോ എന്നാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ 3 ദോഷങ്ങൾ അങ്ങ് എന്നോട് ക്ഷമിച്ചാലും. അദ്വൈത ആചാര്യൻ എന്നറിയപ്പെടുന്ന ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാൽ വിരചിതമാണ് ഈ ശ്ലോകം. അപ്പം ആചാര്യസ്വാമികൾ തന്നെ ഭഗവാനോട് ഒരു ക്ഷമാപണം നടത്തണം. ഇത് നമ്മുടെയും കൂടെ ഒരു ക്ഷമാപണമായിരിക്കണം. ഈ അറിവിലാണ് ശങ്കരാചാര്യസ്വാമികൾ ക്ഷേത്ര സമുച്ചയ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ക്ഷേത്രങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ ഏത് പ്രകാരത്തിലായിരിക്കണം എന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് നമുക്ക് നൽകിയത് ഈ ശ്ലോകത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ്. നിങ്ങൾ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിൻ്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ ഒരു ഭാവത്തോട് കൂടിയിട്ടാണെങ്കിൽ കാര്യങ്ങളൊക്കെ മാറി മറിയും. അല്ലെങ്കിൽ കുഴപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറും കേവലം ഏതോ ഒരു ശിലയിൽ എന്തോ മാത്രം കാണുന്നതായി എന്താ പറയുക, അങ്ങനെ ഒരു ഭാവം മാത്രമാവും നമുക്ക്. നമ്മുടെ പഴയ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇത്തരം നമ്മുടെ ആ ഭാവത്തിലേക്ക് കൊണ്ടുപോകാൻ പാകത്തിനാണ് ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്, പഴയ ക്ഷേത്രങ്ങൾ. പക്ഷേ പാശ്ചാത്യര് ഭാരതത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച സമയത്ത് അവർക്ക് നമ്മുടെ ക്ഷേത്രങ്ങളുടെ രീതിയും
ക്ഷേത്രങ്ങളുടെ കിടപ്പൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് അവർ നിങ്ങൾക്ക് പഴയ പാശ്ചാത്യ പണ്ഡിതന്മാർ ഭാരതത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അതുതന്നെയാണ് നമ്മൾ പിൽക്കാലത്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത്. അവർ പറയുന്നു നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ എലികളെ കൊണ്ടും പാമ്പിനെ കൊണ്ടും മറ്റുള്ളതിനെ കൊണ്ടും ഒക്കെ വൃത്തിയില്ലാതെ ഇരുന്ന സ്ഥലങ്ങളാണ്. പലതും ഇടുങ്ങിയതാണ്. അത് തുറസായ വായു പോലും അതിലേക്ക് മര്യാദയ്ക്ക് കയറാൻ പാകത്തിനുള്ളതായിരുന്നില്ല. ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അവർക്ക് എങ്ങനെ നോക്കിയിട്ടും മനസ്സിലാവുന്നില്ല. ക്ഷേത്രങ്ങളുടെ കിടപ്പ്, അതിൻ്റെ എന്താ പറയുക, ഗോളകാകൃതി, അതിൻ്റെ മതിൽക്കെട്ട്, മറ്റും. അതിന് ശബ്ദങ്ങളെ അവിടെ നിലനിർത്താനും ഓരോ ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന സമയത്ത് ആ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി, ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു മണി മുട്ടിക്കഴിഞ്ഞാൽ ആ മണിയുടെ നാദം അതിൻ്റെ ഉള്ളിൽ നിൽക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഴയ ആളുകൾ കണ്ടിട്ടുണ്ട്. ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് അങ്ങനെയാണ്. എല്ലാ പ്രകാരത്തിലുള്ള വികാര വിചാരങ്ങളെയും ഈശ്വരനിലേക്ക് അടുപ്പിക്കാനായിട്ട് അവർ അത്തരത്തിലുള്ള മൂർത്തികളെയൊക്കെ അവിടെ പ്രതിഷ്ഠിച്ചു. ഒരുപാട് സംഗതികളുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നത്. പണ്ട് ഒരുവൻ പരീക്ഷ പാസ്സാവാനോ ജോലി പ്രമോഷനോ അല്ലെങ്കിൽ രോഗം മാറാനോ ആയിരുന്നില്ല. ആ പ്രപഞ്ചത്തിൻ്റെ സത്യം അറിയുന്നതിന്, തൻ്റെ മനസ്സിനെ ശാന്തമാക്കുന്നതിനായിക്കൊണ്ടാണ്. ആ ഉദ്ദേശങ്ങളിൽ നിന്നൊക്കെ ക്ഷേത്രങ്ങൾ വ്യതിചലിക്കുകയല്ല, നമ്മൾ വ്യതിചലിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ആധുനിക ക്ഷേത്രം ഉണ്ടല്ലോ, വില പട്ടിക വെച്ചതുപോലെ മുൻപിൽ ഇങ്ങനെ വെച്ചിരിക്കുക, ഈ പായസത്തിന് ഇത്ര, അതിത്ര, ഇതിത്ര, ഇതിട്ടിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിനിങ്ങനെ 4 ഇതിലേതാ ഇപ്പം കുറവുള്ളത് ഇല്ലേ? ചിലരിങ്ങനെ എഴുതിയെടുക്കണം ഇത്ര. കാരണം വീട്ടിലാണെങ്കിൽ കുറേ ആൾക്കാരും ഉണ്ട്, ഇവർക്കൊക്കെ ഓരോരുത്തരും ഓരോന്ന് കഴിക്കണമെങ്കിൽ ഇത്ര കാശ്. ഇതൊന്നും ആയിരുന്നില്ല പണ്ടത്തെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അതിന് വാതിലുകൾ തന്നെ ഇല്ലായിരുന്നു. കരിങ്കൽ വിളക്കും പിന്നെ കരിങ്കൽ വിഗ്രഹവും ആരെടുത്തു കൊണ്ടുപോകാനാ? നമ്മളതിലിങ്ങനെ ഓരോന്ന് സ്വർണ്ണവും അതും ഇതൊക്കെ പൂശിയതോടുകൂടി പിന്നെ അമ്പലത്തിനും കാവൽ വേണമെന്നായി ഇല്ലേ? വളരെ പഴയ ക്ഷേത്രങ്ങളൊക്കെ നിലനിന്നിരുന്നത് അത്തരത്തിലൊരു രീതിയിലാണ്. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ നമുക്ക് പലതും ക്ഷേത്ര സംസ്കാരം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ശരിയായിട്ടുള്ള ക്ഷേത്ര. അവിടേക്ക് പോകുന്ന ഇപ്പോൾ സ്വാമി എന്തെങ്കിലും പറയുമ്പം നിങ്ങൾ ഉടനെ അങ്ങനെ അതിനെ എടുക്കരുത്. പക്ഷെ ഇവിടെ ശാസ്ത്രം പറയുന്ന സമയത്ത് ഭഗവാനെ യഹ മഹാനുഭാവാൻ സേവതേ, ആരാണോ മഹാനുഭാവനെ സേവിക്കുന്നത് എന്ന് പറയുമ്പം, ആ ഭഗവാനെ സേവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ സേവ നടത്തിയിട്ടുള്ളത് ഇങ്ങനെയാണ്. നമ്മളെ സംബന്ധിക്കുന്ന ഈശ്വര സേവ എന്നുള്ളത് ഇപ്പോഴും സ്വാമി ഇത്ര ദിവസം 54 ദിവസം 108 109 ദിവസവും ഇത് നമുക്ക് ഉറക്കുന്നില്ല എങ്കിൽ വലിയ കഷ്ടമായിരിക്കും കാര്യം. ഇപ്പം ഈശ്വര പൂജ, ഈശ്വര സേവ എന്ന് പറയുമ്പം ഇപ്പോൾ ഉള്ള ചെയ്യുന്നതൊക്കെ, ഇപ്പോൾ ഉള്ളത് ഈ നേരത്തെ കുട്ടി സ്കൂളിൽ പാടുന്നത് പോലെ തന്നെ അത് തന്നെ. ഒന്ന് മാറേണ്ടതുണ്ട് എന്ന് പറയാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് എടുത്ത് പല്ല് തേക്കാൻ പോകുന്നത് എന്താണ്? ബ്രഹ്മപൂജ, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നൗ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന, 4-ാം അധ്യായം 24-ാമത്തെ ശ്ലോകത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതിനൊന്നും ഒരു മാറ്റവും വരുത്തരുത്. അപ്പം നാരദർ പറയണു യഹ മഹാനുഭാവം സേവതേ. രണ്ടാമത് പറയണു യഹ നിർമ്മമഃ ഭവതി. എന്ത്? മായയെ ജയിക്കാനാണ്. അപ്പം മഹാനുഭാവനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ അന്വേഷിക്കുക. സേവനം എന്നുള്ളത് അന്വേഷണമാണ്.